വേനൽ മഴ ആർത്തു പെയ്യുമ്പോൾ സ്വന്തം മേൽക്കൂര തകർന്ന് ദേഹത്ത് വീഴുമോ എന്ന് ആശങ്കപ്പെട്ട് കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? അങ്ങനെ മഴയെ പേടിച്ച് അപകടം മുന്നിൽ കണ്ട് കഴിയുന്ന ഒരു 4 അംഗ കുടുംബമുണ്ട് മലമ്പുഴയിൽ. ചെറാടിൽ വിജയാനന്ദൻ, രജനി ദമ്പതികളും 2 പിഞ്ചു മക്കളുമാണ് ഈ ആശങ്കയുടെ മുൾമുനയിൽ ഉറക്കം നഷ്ടപ്പെട്ട് അങ്ങനെ കഴിയുന്നത്. ആദ്യം കഴിഞ്ഞ ദിവസം തകർന്നു വീണ അവരുടെ കൂരയുടെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. പഞ്ചായത്തിൽ 2.5 വർഷമായിട്ട് ഞാൻ കയറി ഇറങ്ങി വരാൻ തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് ഇത്ര നേരം വരെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഒരു വഴിയെന്ന് പറയാനില്ല ഞങ്ങൾ അത്രയും ഇതിലായിട്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത് മുന്നോട്ടേക്കെന്ന് അറിയണില്ല. ഇപ്പോൾ രാത്രി ഇതിൽ കിടക്കാൻ പറ്റില്ല. ഞാൻ അപ്പുറത്ത് പോയിട്ട് കുട്ടികളെ വിളിച്ചിട്ട് കിടക്കുകയാണ്. പകൽ പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കുട്ടികളെ വെച്ചിട്ട്. ഭയങ്കര പേടിയാണ്. ഏത് സമയം എന്തും സംഭവിക്കും. അങ്ങനത്തെ ഒരവസ്ഥയിലായിരിക്കുന്നത്. ഉറങ്ങിയിട്ട് ദിവസങ്ങളോളായി. ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അച്ഛൻ പുറത്ത് പേടിച്ചിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു കട്ട ഇവിടേക്ക് വീണുണ്ടായിരുന്നു, ബാത്റൂമിൻ്റെ അവിടുത്തെ. അത് ഇവിടെ തട്ടിയിട്ടില്ലേ, ഈ കട്ട വീണു. അങ്ങനെ ഈ കട്ട ഒരു കഷ്ണം ഇവിടെ തട്ടിയിട്ട് എല്ലാം വീണു. അങ്ങനെ ഗ്യാസിൻ്റെ ആയിട്ട് മുകളിലത്തെ പാത്രം ചുളുങ്ങിപ്പോയി ഞങ്ങളുടെ മീനൊക്കെ. കാണുന്ന എല്ലാവരോടും മോനെ പറയാനുള്ളതുണ്ടോ? ഞങ്ങൾക്കൊരു പുതിയ വീട് വെച്ചായിരുന്നു കിടക്കാനും പഠിക്കാനൊക്കെ. പഠിക്കാനൊക്കെ പേടി എനിക്ക്. മഴ വരുമ്പോഴേക്ക് പേടിയാവും അല്ലേ? മഴ വരുന്ന കണ്ട ഒരു ചാറ്റിൽ കയറ്റിയാൽ ഞങ്ങൾ പെട്ടെന്ന് അവിടേക്ക് പോകും പേടിയായിട്ട്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റും 24 സെക്കൻഡും. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ഇവരുടെ ദുരവസ്ഥയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. നമുക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകൻ അറിയിച്ചതനുസരിച്ചാണ് നമ്മൾ ഈ രജനിയുടെ വീട്ടിലേക്ക് എത്തിയത്. പക്ഷെ അവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ വളരെയധികം പ്രയാസം നമുക്ക് തോന്നി. കാരണം മഴ ആളുകൾക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. മഴയെ ആസ്വദിക്കുന്നവരുണ്ടാവും, ആ സമയത്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ദുരിതം പേറുന്ന ഒരു കുടുംബം എന്ന് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. 3 സെൻറ്റ് വീട് ഏത് നിമിഷവും തകർന്നു വീഴും എന്നുള്ളൊരവസ്ഥയിലാണ്. അതിൻ്റെ ഭാഗികമായ ആ കെട്ടിടം തകർന്നു കഴിഞ്ഞു. ഇനി ഒരു നല്ല കാറ്റുകൂടി അടിച്ചാൽ ആ വീടുണ്ടാകില്ല, ആ വീടിനുള്ളിൽ കഴിയുന്ന 4 ജീവനുകൾ ഉണ്ടാകില്ല. ആ തരത്തിലുള്ളൊരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ലൈഫ് പദ്ധതിയിൽ അവർ വീടിന് അപേക്ഷിച്ചപ്പോൾ ഏതാണ്ട് 250-ൽ പരം 258 അവരെ മാർക്ക് ചെയ്തത്. അതായത് അത്രേ അവർക്ക് അർഹതയുള്ളൂ എന്നാണ് പറയുന്നത്. ഇതാരാണ് ഇതിൻ്റെ മുൻഗണനാ പട്ടികയൊക്കെ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ചില വാർത്തകൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. ഇന്നലെ ആ വീട്ടിലെത്തിയത് മുതൽ വല്ലാത്തൊരു പ്രയാസത്തിലൂടെയാണ് ഞാനും കടന്നു പോകുന്നത്. കാരണം ആ കുട്ടികളുടെ സംസാരം, വളരെ മിടുക്കരായ 2 കുഞ്ഞുങ്ങളാണ്, ആദി വിഷ്ണു, ആദിദേവ്. ആ 2 പേരും ഞങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ, സുഖമായി കിടന്നുറങ്ങാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് അവർ പറയുന്നത്. മലമ്പുഴ പഞ്ചായത്തിന് കീഴിലാണ് വരുന്നത്. നമ്മൾ ഈ വാർത്ത കാണുന്ന എല്ലാ സുമനസ്സുകളുടെയും മുന്നിലേക്ക് അവരുടെ അവസ്ഥ വെക്കുകയാണ്. ഈ രജനിയുടെ ഭർത്താവ് വിജയാനന്ദൻ, അദ്ദേഹത്തിന് കൂലിപ്പണിയാണ്. അവർക്ക് ആ തുക കൊണ്ട് ഒരു ജീവിക്കാനാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അടുത്തിടെ ഒരു രോഗം വന്നതിനെ തുടർന്ന് മൈക്രോ ഫിനാൻസിൽ നിന്ന് അവർക്ക് പണം കടമെടുക്കേണ്ടി വന്നു. അതാണ് അവരുടെ ജീവിതത്തെ തന്നെ താളം തെറ്റിച്ചത്. അതിൻ്റെ പലിശ നൽകാൻ പിന്നീട് മറ്റൊരിടത്ത് നിന്ന് പലിശയ്ക്ക് പണം എടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു നിലയ്ക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യത്തിലാണ് അതിശക്തമായ കാറ്റും മഴയും വന്ന് ആ വീട് ഭാഗികമായി തകർന്നു വീഴുന്ന അവസ്ഥയുണ്ടായത്. നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കുമ്പോൾ ഇനി ഒരു ശക്തമായ കാറ്റടിച്ചാൽ ആ വീട് തകർന്നു വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിനുള്ളിൽ കഴിയുന്ന 4 പേരുടെ ജീവൻ, അവരുടെ ആശങ്ക, ഭീതി, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ആ കുട്ടികളൊക്കെ പറയുന്നത് മഴ വരുമ്പോഴേക്കും ഞങ്ങൾ ഓടുകയാണ്, അടുത്ത വീട്ടിൽ പോയി അഭയം പ്രാപിക്കുകയാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് മറ്റൊരു വഴിയുമില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ പോയി കിടക്കേണ്ടി വരും. പക്ഷെ അതിനുള്ള അനുമതിയും അവർ നൽകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അടിയന്തരമായ ഇടപെടൽ ഈ വിഷയത്തിൽ ജില്ലാ കളക്ടർ അടക്കം നടത്തി അവരെ ഈ ലൈഫ് പദ്ധതിയിൽ മുന്നോട്ട് കൊണ്ടുവരികയും മുൻഗണനാ പട്ടികയിൽ അവരെ ഉൾപ്പെടുത്തുകയും അതുവരെ അവർക്ക് മറ്റെന്തെങ്കിലും ഒരു സൗകര്യം ഒരുക്കി നൽകാൻ തയ്യാറാകണമെന്നുള്ളതാണ് നമുക്ക് ഈ അധികൃതരോട് ആവശ്യപ്പെടാനുള്ളത്. അത് മാത്രമല്ല, ഈ വാർത്ത കാണുന്ന ആളുകൾ അവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അതിന് മുന്നോട്ട് വരണമെന്ന് കൂടിയാണ് പറയുന്നത്. അത്ര മിടുക്കരായ കുട്ടികളാണ്. ആ കുട്ടികളോടൊക്കെ ഞാൻ സംസാരിച്ചു. വളരെ മിടുക്കരായ കുട്ടികളാണ്, നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷെ അവർക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. അവരിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്, മഴ പെയ്യല്ലേ. മലമ്പുഴയിൽ നമുക്കൊപ്പം ചേർന്നത്. ഈ കുട്ടികളെയും കുടുംബത്തെയും സഹായിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ ശ്രമിക്കുക. നമ്മളാ കാര്യത്തിൽ കൃതാർത്ഥരാവും.